ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണക്കത്തെ ഒരു പടം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എമ്പുരാൻ റോസ്റ്റ്. ഒരിക്കൽ നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നിങ്ങളുടെ അറിവോട് കൂടി തന്നെ മറ്റാരൊക്കെയോ നിങ്ങളെ ഉപയോഗിക്കുന്നു. ഒരു തവണ കൂടി ഞാൻ നിങ്ങളെ ഉപയോഗിക്കും. 2 മണിക്കൂർ 59 മിനിറ്റ് 52 സെക്കൻഡുള്ള ഈ സിനിമയിലെ രാഷ്ട്രീയവും മതവും ഒഴിവാക്കിയുള്ള ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ കാണുക. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഗോവർദ്ധൻ ഡാർക്ക് വെബിൽ കറങ്ങി നടക്കുന്ന ഒരു കാര്യം അറിയാൻ സെൻട്രൽ ഐബിയിലെ ഒരു എക്സിക്യൂട്ടീവിനെ വിളിക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. എന്തായിരുന്നു ഈ ബൽദേവ്? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടുത്തെ ഓഫീസിൽ ആർക്കും അറിഞ്ഞൂടാ. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ടൊവിനോയാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിലൊരു അവസരം കിട്ടിയ എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കും. അപ്പോൾ ടൊവിനോയുടെ അടുത്തേക്ക് സാനിയ ഓടി വരും. എന്നിട്ട് ഇങ്ങനെ കാണിക്കും. നിക്ക് നമ്മളിത് എവിടെയോ കണ്ടതല്ലേ? Fingers crossed for 2026. And Cristiano, if you're listening, don't retire. ക്രിസ്ത്യാനോ ചേട്ടാ ഇതൊന്നും നോക്കേ. Hopefully, fingers crossed for 2026. And Cristiano, if you're listening, don't retire. I need to see you in 2026. മാധവ് മോനെ, അച്ഛൻ എനിക്ക് വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അടുത്ത വർഷം എന്റെ മാധവ് മോന് വേണ്ടി വേൾഡ് കപ്പ് വെക്കാൻ പിള്ളേരോട് ഈ അന്നം പറയും. മാധവ് മോന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. പിറ്റേ ദിവസം PKR സ്മൃതി ദിനത്തിൽ ടൊവിനോ IUF രാജിവെക്കും. ജതിൻ രാംദാസ് IUF വിടും. അത് കഴിഞ്ഞ് ബൽദേവിനെയും കൂട്ടി പുതിയൊരു പാർട്ടി തുടങ്ങും. പിന്നെ കാണിക്കുന്നത് വെസ്റ്റ് ആഫ്രിക്കയാണ്. അവിടെ കുറച്ച് വില്ലന്മാർ ഡ്രഗ്സ് കടത്തുകയായിരിക്കും. പക്ഷെ അവരെ ലാലേട്ടൻ തട്ടും. എന്നിട്ട് അവിടെ നേതാവിനെ വിളിച്ച് ഇങ്ങനെ പറയും. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. ഈ സമയം ഗോവർദ്ധൻ അണ്ണനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. കാരണം എന്തോന്ന് കാര്യമായിട്ട് പറയാനുണ്ട്. അങ്ങനെ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഒരു മഞ്ഞ തിരുത്തും. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാ എന്തായാലും ഗോവർദ്ധൻ ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് കാര്യം പറയാന്ന് വിചാരിക്കും. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ പറയും. എന്നോട് ഗോവർദ്ധന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പറയട്ടെ. പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിച്ചത്? പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ. അത് കഴിഞ്ഞ് ലാലേട്ടൻ വില്ലനെ കാണാൻ വില്ലന്റെ താവളത്ത് പോകും. അവിടെയാണ് നമ്മുടെ രാജുവേട്ടന്റെ ഒരു മാസ് ഇൻട്രോ ഒക്കെ ഉള്ളത്. പക്ഷെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. ഇത് വില്ലന്റെ സ്ഥലമാണല്ലോ. അപ്പൊ രാജുവേട്ടൻ തലേ ദിവസമാണോ വന്ന് ഇതിന്റെ മേത്തലിരുന്ന്? അങ്ങനെ ക്ലൈമാക്സ് നടക്കുന്ന സീനിൽ പോയിട്ട് രാജുവേട്ടനും ലാലേട്ടനും മെയിൻ വില്ലനെ തട്ടും. ഇയാളാരാ? അത് കഴിഞ്ഞ് ക്യാമിയോയിൽ വന്ന വില്ലൻ ടൊവിനോയെ തട്ടും. പടം കഴിഞ്ഞ്